മൈ ജോബ്സ് ഇൻ ഇറ്റലിയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെപ്പോലെ ഒരു നേഴ്സ് തന്നെയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റലിയിൽ ഏതെല്ലാം തരത്തിലുള്ള കോൺട്രാക്റ്റുകളുണ്ട് നേഴ്സുമാരെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പർത്തിദീവ ആൻഡ് പർത്തിദീവ പെർഫെക്റ്റായോ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാനും ഈ ഒരു നഴ്സിംഗ് ഫീൽഡിൽ ഇറ്റലിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷമായി. സോ അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു കോൺട്രാക്റ്റുകളുടെ കാര്യങ്ങൾ എന്താണ്, ഈ പലതരത്തിലുള്ള കോൺട്രാക്റ്റുകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പേഴ്സണലി എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കതൊരു ഇൻഫർമേഷൻ നിങ്ങൾക്കൊരു ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നോക്കാം ഈ കോൺട്രാക്റ്റുകളെ കുറിച്ച്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് പെർമനൻറ്റ് കോൺട്രാക്റ്റ്, അത് ടെമ്പോ ഇൻഡെറ്റർമിനാത്തോ എന്ന് പറയും. ടെമ്പോ ഇൻഡെറ്റർമിനാത്തോയിൽ നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൂടി നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും. ഇറ്റലിയിൽ നമ്മൾ കോൺട്രാക്ട് ബേസിസിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളെക്കുറിച്ച് പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ ഏകദേശം 7 തരത്തിലുള്ള കോൺട്രാക്റ്റുകളുണ്ട്. ആ കോൺട്രാക്റ്റുകളിൽ നമുക്ക് നഴ്സുമാരെ സംബന്ധിച്ച് 3 തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കിയുള്ള കോൺട്രാക്റ്റുകളൊക്കെ വരുന്നത് വേറെ പ്രൊഫഷൻസ് അവരുടെ സംബന്ധിച്ച് വരുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് കോൺട്രാക്റ്റ്, അവിടെ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കത്തില്ല. അവിടെ നമ്മുടെ കോൺട്രാക്റ്റ് ടൈം നമ്മളായിട്ട് ഒന്നിലും വേണ്ടാന്ന് വെക്കാം. ഒരു 1 മന്ത് റെസിഗ്നേഷൻ ടൈം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ദത്തോർത്തെ ലോവറി എന്ന് പറയുന്നത് ആരാണ് നമുക്ക് കോൺട്രാക്റ്റ് തന്നേക്കുന്നത് അവർക്ക് നമ്മളെ വേണ്ട എങ്കിൽ, അതുപോലെ എന്ത് സീരിയസ് ഇഷ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 1 മന്ത് റെസിഗ്നേഷൻ അവർക്ക് ഇങ്ങോട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് ജോലിയിൽ നിന്ന് വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ടെമ്പോ ഡിറ്റർമിനാത്തോ. ടെമ്പോ ഡിറ്റർമിനാത്തോ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈം കോൺട്രാക്റ്റാണ്. അതായത് മേ ബി ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഒക്കെ വരുന്ന കോൺട്രാക്റ്റാണ്. ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും പിന്നീട് അത് പുതുക്കി പോകുന്ന കോൺട്രാക്റ്റാണ്. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഇറ്റലിയിലുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളും കിട്ടുന്നതാണ്. ഓക്കെ, പിന്നീട് വരുന്നതാണ് മൂന്നാമത്തത് പാർട്ട് ടൈം. പാർട്ട് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആഴ്ചയിൽ ഒരു 6 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂർ ഡിപ്പെൻസ് ഓരോ അവരുടെ നീഡ്സ്, ആരാണ് നമുക്ക് ജോലി ചെയ്യുന്നത് അവരുടെ നീഡ്സ് അനുസരിച്ചാണ് ആ മണിക്കൂറിൻ്റെ ഇത് വരുന്നത്. ഇതുപോലെ തന്നെ ടെമ്പോ ഇൻഡെറ്റർമിനാത്തോയിലാണെങ്കിൽ, അതായത് ഫിക്സഡ് ടൈം അല്ല ഫുൾ ടൈം കോൺട്രാക്റ്റിലും, അതുപോലെ തന്നെ പെർമനൻറ്റ് കോൺട്രാക്റ്റ്, ഏതിലാണെങ്കിലും നമുക്ക് ജോലി വരുന്നത് ഏകദേശം ആഴ്ചയിൽ 36 മണിക്കൂർ അല്ലെങ്കിൽ 38 മണിക്കൂർ, 40 മണിക്കൂർ ഡിപ്പെൻസ് ആ ഒരു സ്ട്രക്ചറിൻ്റെ അനുസരിച്ചാണ് കോൺട്രാക്റ്റിൻ്റെ ഹവേഴ്സ് വരുന്നത്. ആഴ്ചയുടെ കാര്യമാണ് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നീട് എനിക്ക് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് പർത്തിദീവ എന്ന് പറയുന്നത് ഈ പർത്തിദീവ ഓർഡിനാരിയോ സിംപ്ലിഫിക്കാത്തോ അതല്ലെങ്കിൽ പർത്തിദീവ പെർഫെക്റ്റായോ നഴ്സുമാരെ സംബന്ധിച്ച് നമുക്കൊരു വലിയൊരു അനുഗ്രഹമാണ് ഇറ്റാലിയൻ ഗവൺമെൻറ് ചെയ്തു തന്നേക്കുന്നത്. പർത്തിദീവ പെർഫെക്റ്റായോ എന്ന് പറയുന്നത് നോർമൽ പർത്തിദീവ എന്ന് പറയുന്നത് അവിടെ ടാക്സേഷൻ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അതിനേക്കാളും ഒത്തിരി ടാക്സ് അലവൻസ് അല്ല ടാക്സ് റിഡക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു പർത്തിദീവാണ് പർത്തിദീവ പെർഫെക്റ്റായോ. അത് പക്ഷേ അവിടെ ഒരു സീസണബിൾ വർക്കാണ്. ആ പർത്തിദീവ പെർഫെക്റ്റായോ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരു ജോലി തരുന്ന ആൾക്ക് ചിലപ്പോൾ അവർക്ക് കുറച്ച് മാസങ്ങളുടെ ആവശ്യമായിരിക്കും, ചിലപ്പോൾ ദിവസങ്ങളുടെ ആവശ്യമായിരിക്കും, ചിലപ്പോൾ വർഷങ്ങളുടെ ആവശ്യമായിരിക്കും. അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോഴത്തെ രീതിയിൽ ഒത്തിരി നഴ്സിംഗ് വേക്കൻസികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈമിലോട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ജോലി പർത്തിദീവയിൽ കിട്ടാൻ പാടായിരുന്നു. പക്ഷേ അവിടെ മണിക്കൂറിന് സാലറി എല്ലാം കുറവായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് ഒത്തിരി സാലറി, ഒത്തിരി നല്ല ഏർണിങ്സ് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ്. ഏകദേശം ഒരു മണിക്കൂറിന് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് 26 മുതൽ 30 യൂറോ വരെ കിട്ടുന്ന ഒരു ഫീൽഡാണ് പർത്തിദീവ പെർഫെക്റ്റായോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അത് ഡിപ്പെൻസ് ആണ്, സാഹചര്യം പോലെ. അവർക്ക് വേണ്ട എങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ കോൺട്രാക്റ്റ് അവർക്ക് ക്യാൻസൽ ചെയ്ത് വേണ്ട എന്ന് പറയാനും, നമുക്ക് വേണ്ട എങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാനും പറ്റും. ഇപ്പോഴത്തെ രീതിയിൽ അത് ഓക്കെ, കുറച്ച് മാസങ്ങൾ, ചിലപ്പോൾ കുറച്ച് വർഷങ്ങളോട് മുമ്പോട്ട് പോകാം. പക്ഷേ ഒത്തിരി ആനുകൂല്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അവിടെ നമുക്ക് ശമ്പളം കൂടുതൽ കിട്ടും, പക്ഷേ നമുക്ക് ചെയ്യുന്ന ജോലികൾ ശമ്പളം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ആ ഒരു കാര്യം വരുത്തി വേറെ ആനുകൂല്യങ്ങൾ ഒന്നുമില്ല. അത് ഒന്നുകൂടി ഞാൻ എടുത്ത് പറയുന്നു. നമുക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു അതിനുള്ള മണിക്കൂറിന് ശമ്പളം നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇതാണ് ആ ഒരു പർത്തിദീവ പെർഫെക്റ്റായോ എന്ന് പറയുന്നത്. വെച്ചാൽ നമുക്കൊരു ആ ഒരു ജോലിക്ക് യാതൊരു ഉറപ്പും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. നമുക്കൊരു വീട് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാനൊക്കെ വരുമ്പോഴത്തേക്കും പർത്തിദീവ പെർഫെക്റ്റായോ അല്ലെങ്കിൽ പർത്തിദീവയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ബാങ്കൊക്കെ അത് ഡിക്ലൈൻ ചെയ്യാനും അല്ലെങ്കിൽ അത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും ആ ഒരു ആപ്ലിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനും സാഹചര്യം കുറവാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പർത്തിദീവ പെർഫെക്റ്റായോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്? നമ്മളൊരു കൊമർഷ്യലിസ്ത അതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യണം. ആ ഒരു കൊമർഷ്യലിസ്ത വഴിക്ക് നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ നമുക്ക് മിനിമം ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഇറ്റലിയിൽ ആദ്യമായിട്ട് വന്നേക്കുന്ന ഒരു നേഴ്സാണെങ്കിൽ അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് വേണം, റെസിഡൻസിൻ്റെ കാർഡ് വേണം, അതുപോലെ തന്നെ പെർമിസ് സോജോർണോ ഇടക്കാർഡ് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട വേറൊരു ഡോക്യുമെൻ്റാണ് തെസര സാനിറ്റാരി എന്ന് പറയുന്നത്, ആ ഡോക്യുമെൻ്റ് വേണം. പിന്നെ കോഡിച്ച് ഫിസ്കാല അല്ലെങ്കിൽ തെസര സാനിറ്റാരിയ, ഇത് ആ ഒരു ഡോക്യുമെൻ്റ് വേണം. പിന്നെ നമുക്ക് കാർത്തായ ദിത്ത, ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ചില കേസുകളിൽ നമുക്ക് ഈ ഒരു പദ്ധതി ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ഇത്രയും കാര്യം കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് എന്നൊരു സാഹചര്യമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ടാക്സേഷൻ എന്ന് പറയുന്നത് 5% ടാക്സ് വരുന്നത്. ആ ടാക്സേഷൻ 5% എന്നുള്ളത് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. 2024 ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, 25 ജോലി ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഡെയിലി പർത്തിത്തെ ഫോർഫെത്താരി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 5% ആയിരിക്കത്തില്ല ടാക്സേഷൻ വരുന്നത്, അത് 15% ടാക്സേഷൻ വരുന്നത്. ആ ഒരു ടാക്സേഷൻ്റെ ഡിഫറൻസ് ആ ഒരു കാര്യത്തിൽ നഴ്സുമാർക്ക് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പുതിയതായിട്ട് പദ്ധതി ഓപ്പൺ ചെയ്യുന്ന നഴ്സുമാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ടാക്സേഷൻ ആദ്യമായിട്ട് ഇറ്റലിയിൽ നേഴ്സായിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ടേ ഇല്ല എങ്കിൽ 5% ടാക്സേഷൻ വരുന്നത്. ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് മാസങ്ങൾ എങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് നേഴ്സായിട്ട്, നിങ്ങൾക്ക് അത് 15% കോൺട്രിബ്യൂഷനാണ് ടാക്സേഷൻ വരുന്നത്. കോൺട്രിബ്യൂഷൻ വേറെ ആയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എനിക്ക് തരാനായിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം ജോലി ചെയ്തിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങളുടെ റെഡിത്തോ, നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 35,000 യൂറോയിൽ കുറവായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നതെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നിങ്ങളുടെ വരുമാനം, വാർഷിക വരുമാനം എന്ന് പറയുന്നത് 35,000 ബിലോ ആയിരിക്കണം ഈ ഒരു പദ്ധതിയോ ഓപ്പൺ ചെയ്യണമെങ്കിൽ. അതെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതല്ല എങ്കിൽ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ റെഡിത്തോ ഇതിൽ 35,000 കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ജോലി ആ ഡിസംബർ മാസം 2024 ഡിസംബർ മാസത്തിന് മുമ്പ് നിങ്ങൾ ആ ജോലിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം 2025 നിങ്ങൾക്ക് പദ്ധതിയോ ഓപ്പൺ ചെയ്യുന്നത് യാതൊരു കുഴപ്പമില്ല. ഈ ഒരു ആനുകൂല്യത്തിൽ 5 അല്ലെങ്കിൽ 15 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ലിമിറ്റേഷൻ എത്രയാണ് ലിമിറ്റേഷൻ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് നീണ്ടുപോകാതിരിക്കാനായിട്ട് അടുത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്ത് 3-4 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തെല്ലാമാണ് എൻ്റെ ലിമിറ്റേഷൻസ്, എത്ര യൂറോയ്ക്ക് വരെ നിങ്ങൾക്ക് ഒരു വർഷം ജോലി ചെയ്യാം, അതിനെ പറഞ്ഞ് 85,000 അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നീട് ഈ പദ്ധതി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു ടാക്സ് കോഡ് നമ്പർ ഉണ്ട്, അത് കൊതിച്ച് അത്തേക്കോ എന്ന് പറയും, അത് ഏതാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ ടാക്സേഷൻ കാര്യങ്ങൾ വരുന്ന കോൺട്രിബ്യൂഷൻ കാര്യങ്ങൾ വരുന്ന എന്താണെന്നും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് കൂടുതലായിട്ട് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് അതുപോലെ തന്നെ വേറൊരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ പദ്ധതി മെയിൻറ്റെയിൻ ചെയ്യണം എന്തെല്ലാം കോസ്റ്റുകൾ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയാനും ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കും അതുപോലെ ഷെയറും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ദെൻ വരുന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ദെൻ താങ്ക് യു.